വീട്ടിൽ ബർക്കത്തുണ്ടാകുമ്പോഴാണ് എല്ലാ വിഷയത്തിലും നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. പരസ്പരം ഐക്യത്തിൽ വീട്ടുകാരൊക്കെ പരസ്പരം ഐക്യം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യം, മക്കളും മാതാപിതാക്കളും തമ്മിൽ ഐക്യം, കുടുംബം എല്ലാവരും വളരെ ഐക്യം, ബർക്കത്ത് കൂടിയതുകൊണ്ടാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളിൽ ഒറ്റ കാര്യം ഞാൻ ആദ്യം പറയാം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സലാം പറയുക. റസൂലുള്ളാഹി പഠിപ്പിച്ചത് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സലാം പറയുക. കണ്ടോ, വീട്ടിൽ ബർക്കത്തുണ്ടാവാണ്ടൊരു കാര്യമാണ് സലാം പറഞ്ഞുകൊണ്ട് കയറുക. അപ്പോൾ വീട്ടിൽ കയറുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വീട്ടിൽ കയറുക. കയറുമ്പോൾ വീട്ടിൽ ആരും ഇല്ലെങ്കിലോ, ഇപ്പം നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയണമെങ്കിൽ മുന്നിലൊരാൾ വേണ്ടേ? നമ്മൾ തന്നെയാണ് വീട് പൂട്ടിപ്പോയത്. ഇവിടെ ജിന്നുകളുണ്ടാവും അല്ലേ, മറ്റു പല ആളുകളും ഇവിടെ അല്ലേ നമ്മൾ കാണാത്ത. അപ്പം നമ്മൾ സലാം പറയേണ്ടത് എങ്ങനെയാണ്? അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അങ്ങനെ സലാം പറയാം. അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ പറയാം. പിന്നെയോ റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ആരും വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മേൽ സലാം പറഞ്ഞോളിയെന്നാണ്. അപ്പോൾ എങ്ങനെയാ സലാം പറയാം? അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. കണ്ടോ, ഈ രണ്ട് സലാമുകൾ പാസ്സാക്കിയാൽ റസൂലുള്ളാഹിക്കുള്ള സലാമായി. ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറിയാൽ വീട്ടിൽ ബർക്കത്തുണ്ടാവും. ബർക്കത്തുണ്ടാവുന്ന ഒരു കാര്യമാണ്.